കൊടുങ്കാറ്റിന് മുമ്പുള്ളൊരു ശാന്തതയാണ് CPM സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ തെറ്റും. CPMനുള്ളിൽ വലിയ അസ്വാരസ്യങ്ങളും എതിർപ്പുകളുമുണ്ട്. അത് വൈകാതെ പുറത്തു വരും. അതിന് മുമ്പുള്ളൊരു ശാന്തതയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. ഇത് എല്ലാവരും കരുതി അങ്ങ് വളരെ കുഴപ്പമൊന്നുമില്ലാതെ പാർട്ടി സമ്മേളനം കഴിഞ്ഞു, എല്ലാം പിണറായി വിജയൻ്റെ കാൽക്കീഴിലാക്കി എന്നുള്ള ധാരണയിൽ. അങ്ങനൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. കാര്യങ്ങളെല്ലാം മാറിമറിയാൻ പോവുകയാണ്. ഇനി 2026 വരെ കാത്തിരിക്കേണ്ട, 26 ആകുമ്പോഴത്തേക്ക് വ്യക്തമാകും. പക്ഷേ അതിനു മുമ്പ് പൊട്ടിത്തെറി രൂക്ഷമായിട്ടുണ്ടാകും. അത് തുടർചലനം പോലെ നിൽക്കുകയും ചെയ്യും. അതായത് പലരും അതൃപ്തരായിട്ടാണ് കൊല്ലത്ത് നിന്ന് മടങ്ങിയത്. ഇപ്പോൾ തന്നെ പത്മകുമാറിനെ നോക്കേ. പത്മകുമാർ 52 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. മുൻ MLA, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ ബോർഡ് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സർക്കാരിനെ വെട്ടിലാക്കി, പിണറായി വിജയനെ വെട്ടിലാക്കുന്ന തരത്തിലായിരുന്നു. കാരണം അത് വിശ്വാസികളുടെ ഇടങ്ങളിലേക്കുള്ള കടന്നുകയറ്റവും ചോദ്യം ചെയ്യലുമായിട്ട് അനുഭവപ്പെട്ടത് കൊണ്ടാണ് പത്മകുമാർ അന്ന് പ്രതികരിച്ചത്. അന്ന് പത്മകുമാറിന് പിണറായി നോട്ടമിട്ടിരിക്കുകയാണ്. കാരണം പത്മകുമാറെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അദ്ദേഹം ഒരു ഒന്നാം തരം അയ്യപ്പ ഭക്തനാണ്, വിശ്വാസി. പിന്നെ അതുപോലെ തന്നെ ശബരിമലയോട് ചേർന്നാണ് ഉള്ള കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ താമസം, അദ്ദേഹത്തിൻ്റെ വീട്. പറഞ്ഞു കേൾക്കുന്നത് തന്നെ ഹരിവരാസനം രചിച്ച, അതെ, കോന്നോത്ത് ജാനകി അവരുടെ ചെറുമകനാണ് പത്മകുമാർ. അങ്ങനെയൊക്കെയുള്ള ബന്ധം പത്മകുമാറിന് ശബരിമലയുമായിട്ട് ഉണ്ട്. ബന്ധമുണ്ട്. അതെ, അതുകൊണ്ട് ശബരിമലയെ തൊട്ട് കളിക്കുമ്പോൾ പത്മകുമാർ അതിനകത്ത് പ്രതികരിക്കും. അങ്ങനെ പത്മകുമാറിനെ അന്നേ നോട്ടമിട്ട് വെച്ചു. ഇപ്പോൾ എന്താ ഇത്, പത്മകുമാറിനെ ഒരു കമ്മിറ്റിയിലേക്ക് പോലും, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടില്ല. അതൃപ്തനായിട്ടാണ് മടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ചതി, വഞ്ചന എന്നൊക്കെയാണ്. അതെ, ചതിയുമുണ്ട്, വഞ്ചന, അവഹേളനം, ഇത് ഇത്രയുമാണ്. ലാൽ സലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതുപോലെ വീർപ്പുമുട്ടി ഒരാൾ നിൽക്കുന്നുണ്ട്, AK ബാലൻ. അതെ, പണ്ട് VS പക്ഷക്കാരനായിരുന്നു, പിന്നീട് അങ്ങ് മാറിയതാണ്. പിണറായിയുടെ കൂടെ ചേർന്നു. ഇപ്പം വളരെ ഒതുക്കിയിരുത്തിയിരിക്കുകയാണ്, സ്ഥാനമാനങ്ങളൊന്നും നൽകാതെ. പിന്നെ ഏറ്റവും വലിയൊരു അധികായൻ എന്ന് പറയുന്നത് P ജയരാജനാണ്. കണ്ണൂരിലെ ജയരാജാക്കന്മാരുണ്ടല്ലോ, അതിൽ ഒരു പ്രധാനി തന്നെ MP ജയരാജൻ, EP ജയരാജൻ, P ജയരാജൻ. MP ജയരാജനെയും EP ജയരാജനെയും പിണറായി സംരക്ഷിച്ചിങ്ങനെ കൊണ്ടുപോകും. EP ജയരാജൻ പഴയ പോലെ തന്നെ തുടരുന്നുമുണ്ട്. അതെ, സംസ്ഥാന സെക്രട്ടറിയേറ്റിൽ തുടരുന്നു. P ജയരാജനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. 73 വയസ്സായി. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ മാറ്റി നിർത്തിയതിലും അതിശക്തമായിട്ടുള്ള അതൃപ്തി നിൽക്കുകയാണ്. അപ്പോൾ പാർട്ടിയിലെ കണ്ണൂരിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കണ്ണൂരിൽ വളരെ ചലനം സൃഷ്ടിക്കും. കണ്ണൂരിലുള്ളവർക്കും പലർക്കും വാരി കൊടുക്കുകയൊക്കെ ചെയ്തു. പത്തനംതിട്ടയിൽ കാണിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കി എടുത്തിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അത് റിയാസ് അതിനകത്തൊരു ചില കളികൾ കളിച്ചിട്ടുണ്ട്. റിയാസിൻ്റെ താല്പര്യത്തിലാണ് വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കി മാറ്റിയിരിക്കുന്നത്. റിയാസ് പറയുന്നത് അനുസരിച്ച് പോലും പിണറായി പ്രവർത്തിക്കുമല്ലോ. അതെ. ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വീണ ജോർജിന് അതിശക്തമായ എതിർപ്പാണ്. 2016 ഒന്നാം തവണ മത്സരിച്ചത്. അതെ. പിന്നീട് 2021 വിജയമുണ്ടായി. അതിനിടയ്ക്ക് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. പക്ഷേ ഈ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ കേരളത്തിൽ വലിയൊരു പരാജയമാണ് വീണ ജോർജ് ഉണ്ടാക്കിയത്. പൊതുവെ അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്. വേണ്ടത്ര തരത്തിലുള്ള ആരോഗ്യ സേവന പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നില്ല എന്നുള്ള പരക്കെ പരാതി, മരുന്നുകളുടെ ദൗർലഭ്യം, അതുപോലെ തന്നെ വേണ്ടത്ര സ്റ്റാഫ് ഇല്ലാത്തതിൻ്റെ പേരിൽ പലയിടങ്ങളും പ്രവർത്തിക്കാതിരിക്കുക,
അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇപ്പോഴത്തെ ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ ആശാവർക്കർമാരുടെ സമരത്തിനകത്ത് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അവർ വളരെ പുച്ഛമായിട്ടാണ് കാണുന്നത്. ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ കാര്യത്തിൽ തന്നെ വീണ ജോർജിനും ശക്തമായ എതിർപ്പും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ നിന്ന് പോലും. അപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഈ ആകെക്കൂടെ പുകഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. പത്തനംതിട്ടയിൽ അവർ നേരത്തെ ചെയ്ത കാര്യം, രാജു എബ്രഹാമിനെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആക്കിയിട്ടുണ്ട് CPM-ൻ്റെ. രാജു എബ്രഹാമിന് 2016 മന്ത്രിസ്ഥാനം കൊടുക്കേണ്ട ആളാണ്. 2021 മാറ്റി നിർത്തി. 5 തവണയായിട്ട് റാന്നി നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയാണ് രാജു എബ്രഹാം. റാന്നിയിലെ ജ്യോതി ബസു എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. പിന്നെ ഈ 2021 മാറ്റിക്കൊടുത്തിട്ട് അത് പ്രമോദ് നാരായൺ കൊടുത്തു, കേരള കോൺഗ്രസ് മാണി. അങ്ങനെ പ്രമോദ് നാരായണൻ വിജയിച്ചു. പക്ഷേ പ്രമോദ് നാരായണൻ വിജയിച്ചത് ഒക്കെ തന്നെ വളരെ ഒരു 5000-ന് താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. കോൺഗ്രസ്സുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ നല്ല സ്ഥാനാർത്ഥിയെ ഇറക്കിക്കഴിഞ്ഞാൽ റാന്നി മണ്ഡലം ഇവർക്ക് തിരിച്ചു പിടിക്കാവുന്നതാണ്. റാന്നി മണ്ഡലം പണ്ട് കോൺഗ്രസ്സുകാരുടെ കൈകളിൽ ഇരുന്നതുമാണ്. രാജു എബ്രഹാം വന്നതോടുകൂടിയാണ് അത് ആ തരത്തിൽ മാറിയത്. രാജു എബ്രഹാമിലൂടെ റാന്നി മണ്ഡലത്തിന് വലിയ വികസന നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പരക്കെ ആക്ഷേപവും അഭിപ്രായവും ഒക്കെ അവിടെ നിന്ന് ഉയരുന്നുണ്ട്. തുടർച്ചയായിട്ട് 5 തവണ തുടർച്ചയായി 5 തവണയായി. പക്ഷേ VS പക്ഷക്കാരനും ആയിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് പിണറായി ഒതുക്കിയിരുത്തിയത്. നോക്കണേ, 5 തവണയായിരുന്നു. എന്നിട്ട് പോലും അവസാനത്തെ തവണയെങ്കിലും മന്ത്രിസ്ഥാനം കൊടുക്കാനായിട്ട് തയ്യാറായില്ല. ഈ വീണ ജോർജ് ആരുടെ പ്രതിനിധിയായിട്ട് വരുന്നതാണ്? അവിടുത്തെ സഭയുടെ ആളല്ലേ? സഭയുടെ ആളാണ്. അത് പെയ്ഡ് സീറ്റാണെന്നാണ് ആദ്യം പറഞ്ഞത് 2016. സഭ തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, എത്രയോ കോടി. അപ്പോൾ മനസ്സിലാക്കണം, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ ജോർജ് അന്ന് 2016 തോറ്റാൽ പോലും വേറെ ഏതെങ്കിലും കോർപ്പറേഷൻ സ്ഥാനമെങ്കിലും കൊടുക്കുകയും ചെയ്യും, നിരുത്സാഹപ്പെടുത്തി വിടത്തില്ല. പക്ഷേ രണ്ടാമത്തെ തവണ മന്ത്രിയാക്കുകയും ചെയ്തു. സഭയുടെ ആവശ്യവും കൂടിയായിരുന്നു. അപ്പോൾ വീണ ജോർജിനെ കുറിച്ച് ഇത്തരത്തിൽ നിരന്തരമായിട്ട് പരാതിയും, എന്തിന് അടൂര് MLA ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറെ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. ശരി, മന്ത്രി എടുക്കണ്ട, മന്ത്രിക്ക് PAയും പരിവാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവരെടുക്കാമല്ലോ. എടുക്കാറില്ല. വേണ്ട തരത്തിലുള്ള ഒരു പരിഗണന പോലും മണ്ഡലത്തിലുമില്ല. കേരളത്തിൻ്റെ ഒരു മന്ത്രിയാണ്, കേരളത്തിനും വകുപ്പിൽ നിന്ന് കിട്ടുന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെയാണ് ഇവിടെ സ്ഥിരം ക്ഷണിതാവായിട്ടും കൂടി വെച്ചിരിക്കുന്നത് പാർട്ടി. മറ്റു പലർക്കും പലതരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ട് അവരെ ഓരോരുത്തരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ ഉണ്ടുള്ളത് കൊണ്ട് ഒരാളെ മാറ്റി നിർത്തി. അതുപോലെ മറ്റു പലരെയും ഒക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ബാലൻ്റെ കാര്യത്തിലും ബാലനെ ഒതുക്കിയതാണ്. അപ്പോൾ വേണ്ട തരത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയാമോ? ഇപ്പോൾ പത്മകുമാറിനെ പോലുള്ളവരൊക്കെ പ്രതികരിച്ചു തുടങ്ങി. പത്മകുമാർ അവസാനത്തെ ദിവസം ഉച്ചഭക്ഷണത്തിന് പോലും നിൽക്കാതെയാണ് ഇറങ്ങിപ്പോയത്. 2026 CPM അധികാരത്തിൽ വരുന്നില്ല എങ്കിൽ പാർട്ടിക്ക് വലിയ നാശം സംഭവിക്കും. അതോടുകൂടി പാർട്ടിയിലെ ഈ കലഹമെല്ലാം പുറത്തേക്ക് വരും, വലിയ തമ്മിൽ പോരുണ്ടാകും, ഇല്ലാതാകും. പാർട്ടി പിളർന്നു പോയാലൊന്നും ഇവിടെ നിന്ന് ഗതി പിടിക്കാൻ പോകുന്നില്ല ഇനി അങ്ങോട്ട്. CPM അങ്ങനെ ഇല്ലാതാകത്തില്ല കേരളത്തിൽ. ഇപ്പൊ ബംഗാളിലും അല്ലറയൊക്കെ ആയിട്ട് നിൽക്കുന്നില്ല, ത്രിപുരയിലും ഒക്കെ അതുപോലെ നിൽക്കും. ഇനി 2026 ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ വന്നാലോ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയും കലഹവും ഇവിടെ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം പിണറായി വിജയൻ അത്തരത്തിലുള്ള നീക്കം നടത്തും റിയാസിന് വേണ്ടിയിട്ട്. റിയാസിൻ്റെ ഒരൊറ്റ താല്പര്യമാണ് വീണ ജോർജിനെ ഇപ്പോൾ പ്രത്യേക ക്ഷണിതാവായിട്ട് തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടി 26 നേരിടും. CPM-ലെ വൻ പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ തുടക്കമാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് പത്മകുമാറിനെ പോലുള്ളവരുടെ പൊട്ടിത്തെറിയും ഉണ്ടായിരിക്കുന്നത്. പത്മകുമാർ ഏറെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തില് പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അനുരണനങ്ങൾ ഇനി ഇങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. CPM ശാന്തമല്ല.
കൊടുങ്കാറ്റ് അധികം വൈകാതെ അടിച്ചു തുടങ്ങും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.